നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശത്രു സംഹാര പൂജ, ശത്രു സംഹാര പുഷ്പാഞ്ജലി, ഈ പേരൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുക? കുറച്ച് നാണയത്തുട്ടുകൾക്കായിട്ട് ദൈവങ്ങൾ നിങ്ങളുടെ കൊട്ടേഷൻ എടുക്കുകയാണ് എന്നുള്ളതാണോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. നമ്മുടെ ശത്രുക്കൾ സത്യത്തിൽ ആരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സംശയവും വേണ്ട, നാം ഓരോരുത്തരുടെയും ശത്രുക്കൾ നമ്മിൽ തന്നെയാണുള്ളത്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങി നാം ഓരോരുത്തരിലുമുള്ള ദുഷ്ടശക്തികളെ നിയന്ത്രിക്കുന്നതാണ് ശത്രു സംഹാരം. അതല്ലാതെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ അടുത്ത വീട്ടിലെ ശത്രുവിനെ മുന്നിൽ കണ്ടാണ് നിങ്ങൾ ഈ ഒരു ശത്രു സംഹാര പൂജ അല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രു കൂടുതൽ അജയ്യനാവുകയുള്ളൂ. കർമ്മണ്യേ ബാധികാരസ്തേ മ ഫലേഷു കഥാചന. ഇത് ഭഗവത്ഗീതയിലുള്ള ഒരു ശ്ലോകമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം ഈശ്വരൻ തരും. അതിലുപരി ദൈവങ്ങളെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ സ്വയമേവ കടിഞ്ഞാണിടുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ഷേത്രങ്ങളിൽ ചെന്ന് ശത്രു സംഹാര പൂജ എന്ന് ശബ്ദം താഴ്ത്തി മാത്രമേ നമ്മൾ പറയാറുള്ളൂ. സ്വന്തം ശത്രുവിന്റെ നാശം കാണുന്നതിനായിട്ട് ചെയ്യുന്ന കർമ്മമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ കേട്ടാൽ എന്ത് കരുതും എന്ന ചിന്ത മൂലമാണ് പലരും ഇങ്ങനെ പെരുമാറുന്നത്. എന്നാൽ ശത്രു സംഹാര പൂജ എന്തിനു വേണ്ടി നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് മിക്കവരും ഇങ്ങനെ പെരുമാറുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ എതിർക്കുന്നവരെയോ അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യുന്നവരെയോ നശിപ്പിക്കാനോ അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനോ വേണ്ടി ചെയ്യേണ്ട ഒരു കർമ്മമല്ല ശത്രു സംഹാര പൂജ. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദുഷ്ചിന്തകളെ അകറ്റുന്നതിന് വേണ്ടി ചെയ്യുന്ന പൂജാവിധിയാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രപഞ്ചത്തെയും ശരീരത്തെയും ഒന്നായി കാണുന്നതാണ് ആർഷഭാരത സംസ്കാരം. ഞാൻ എന്ന ഭാവത്തെ ബലി നൽകി ശരീരം ശത്രുമുക്തമാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഏത് ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയാലും മറ്റൊരാളുടെ ദോഷത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽ നിന്നും ഒരു ഫലം പ്രതീക്ഷിച്ച് കാത്തിരിക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി ദോഷം വരുത്തണേ എന്ന് നമ്മൾ ഭഗവാനോട് പറയുന്നത് പോലും തെറ്റാണ്. അതിൻ്റെ തിരിച്ചടികളായിരിക്കും നമ്മൾ നേരിടേണ്ടി വരുന്നത്. നമ്മൾക്ക് നല്ലത് വരാനും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എപ്പോഴും ക്ഷേത്രങ്ങളിൽ ഭഗവാനോട് നമ്മൾ പറയേണ്ടത്. അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞത് മൂലം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മനസ്സിൽ മറ്റാരോടെങ്കിലുമോ മറ്റാർക്കെങ്കിലും നമ്മളോടോ ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുതയെ വേരോടെ പിഴുതു കളയുന്നതിനായിട്ടാണ് ക്ഷേത്രത്തിൽ ശത്രു സംഹാര പൂജയും ശത്രു സംഹാര പുഷ്പാഞ്ജലിയുമെല്ലാം നടത്തുന്നത്. അതല്ലാതെ ശത്രുവിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല ഈ കർമ്മം. നമ്മൾ എപ്പോഴും ഒരു കാര്യം ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് അല്ലെങ്കിൽ അത് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഫലം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് തെറ്റായിട്ടുള്ള ചിന്തകളും തെറ്റായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും. ഇത്തരം ദുഷ്കർമ്മങ്ങൾക്കായുള്ള ഒന്നും ക്ഷേത്രങ്ങളിൽ ചെയ്യാറില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മോശമായ ദശാപഹാര കാലത്താണ് ശത്രുദോഷം നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ശത്രു സംഹാര പൂജ എന്ന വിശ്വാസം ലക്ഷ്യം വയ്ക്കുന്നത് ജാതിമത ഭേദമന്യേ മനുഷ്യർക്ക് ശത്രുക്കളായ മനുഷ്യനെ നശിപ്പിക്കുന്ന 6 ശത്രുക്കളെ നമ്മിൽ നിന്ന് തുരത്താനുള്ള പ്രാർത്ഥനാപൂർണമായിട്ടുള്ള വിശ്വാസമാണ്. ആ 6 വൈരികൾ, അതായത് കാമം അതായത് ആഗ്രഹം, ക്രോധം ദേഷ്യമാണ്, ലോഭം പിശുക്കാണ്, മോഹം മൂഢതയാണ്, മതം അഹങ്കാരമാണ്, മാത്സര്യം അസൂയയാണ്. ഈ 6 കാര്യങ്ങളെ, ഈ 6 വൈരികളെ ഇല്ലാതാക്കാനാണ് നമ്മൾ ശത്രു സംഹാര പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ശത്രു സംഹാര പൂജയോ നടത്തേണ്ടത്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, നിർമ്മമത എന്നീ 6 ഗുണങ്ങൾ ലഭിക്കാനാണ് ഏത് മതവും അനുശാസിക്കുന്നത്. ഈ ഗുണങ്ങളെ നശിപ്പിക്കുകയാണ് ഷഡ്വൈരികൾ ചെയ്യുക. ഈ വൈരികളിൽ നിന്നുള്ള രക്ഷയാണ് ശത്രു സംഹാര പൂജയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ശത്രു സംഹാരകനായി മുരുക ഭഗവാനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. മുരുക ക്ഷേത്രത്തിൽ ചെന്ന് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തിയാൽ ഗൃഹദോഷം, ദൃഷ്ടിദോഷം, ശാപങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ഭയം, മാനസിക പ്രശ്നങ്ങൾ, കടം എന്നിവയിൽ നിന്നുള്ള മോചനം എന്നിവയ്ക്കായി ശത്രു സംഹാര പൂജ നടത്താറുണ്ട്.
വിവാഹം നടക്കാൻ കാലതാമസം, ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ എന്നിവ വരുന്നത് കുറയ്ക്കുന്നതിനും ശത്രുസംഹാര പൂജകൾ നടത്താറുണ്ട്. ശത്രുദോഷ നിവാരണത്തിനായി കാടാമ്പുഴ പോലുള്ള മഹാദേവി ക്ഷേത്രങ്ങളിൽ ശത്രുസംഹാര പൂജകൾ നടത്താം. എന്നാൽ ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ശത്രുവിന് ദോഷം സംഭവിക്കണേ എന്നുള്ളതാകരുത്. എന്നിൽ നിന്ന് ഒരു ദോഷവും മറ്റുള്ളവർക്ക് ഭവിക്കരുത് എന്നായിരിക്കണം. ഇത്തരത്തിലുള്ള ഏത് വഴിപാടുകൾ കഴിക്കുമ്പോഴും ഈ ഒരു പ്രാർത്ഥനയായിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ മാത്രമേ ആ ഒരു പൂജയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കാനായിട്ട് എപ്പോഴും പ്രാർത്ഥനകൾ ഇങ്ങനെയായിരിക്കണം. മറ്റുള്ളവരിൽ നിന്ന് ഒരു ദൃഷ്ടിദോഷം പോലും എന്നിൽ പതിക്കരുത് എന്നും പ്രാർത്ഥിക്കാവുന്നതാണ്. പല ആളുകളുടെയും നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ശത്രുസംഹാര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശത്രുസംഹാര പൂജ നടത്താൻ വരുന്ന ആളുകളുടെ ആ ഒരു ശബ്ദത്തിലുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവർ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഒരു ദൈവവും ആരുടെയും കൊട്ടേഷൻ എടുക്കാറില്ല എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ പോയിട്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. എന്നാൽ ക്ഷേത്രത്തിൽ പോയതിന്റെ ആ ഒരു ഫലം അവർക്ക് ലഭിക്കാതെ പോകുന്നതിന്റെ കാരണം അത് തന്നെയാണ് എന്നുള്ളത് പലപ്പോഴും അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. എന്നെ ഒരുപാട് ദ്രോഹിച്ച ഒരാൾക്ക് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരണേ എന്നൊരു ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മളിലേക്കായിരിക്കും വന്നു ചേരുന്നത്. എപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഞാൻ മൂലം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതേ എന്നായിരിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭഗവാൻ കാണുകയും നമ്മുടെ ആ ഒരു ദൈവം കേൾക്കുകയും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ നൽകുകയും ചെയ്യും. അല്ലാത്ത പക്ഷം ഒരാളെ നമ്മൾ ദ്രോഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളെ ദ്രോഹിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ ദോഷഫലങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരുപാട് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ധാരണ എന്ന് പറയുന്നത് ശത്രുസംഹാര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശത്രുസംഹാര പൂജ എന്ന് പറയുന്നത് തന്റെ ശത്രുക്കളെ പാടെ ഇല്ലാതാക്കാനുള്ള ഒരു പൂജയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ശത്രു ആരാണോ അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പൂജയാണ് എന്നുള്ളത്. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഈ ഒരു ധാരണയോടുകൂടി ശത്രുസംഹാര പുഷ്പാഞ്ജലിയോ പൂജയോ നടത്താൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ നല്ല കാര്യങ്ങൾക്ക്, നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് ദോഷം ഏൽക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.